ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കീഴിൽ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കാറിൽ ഒരു സ്പോയിലർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളതിരുന്ന് കളർ ചേഞ്ച് ചെയ്തൊന്ന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് സ്പോയിലർ നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യണമെന്നും ഇതിനകത്ത് രണ്ട് ലൈറ്റൊക്കെ ഉണ്ട്. ബാഗിൽ രണ്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതിന് കണക്ഷൻ കൊടുക്കണമെന്നും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കിത് നേരെ ഇതിലേക്ക് ഫിറ്റ് ചെയ്യണ ആയിട്ട് നോക്കാം. നമുക്ക് രണ്ട് ക്ലാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലാമ്പൊക്കെ വെച്ച് നമ്മൾ ഇതിൻ്റെ പുറകിൽ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യാനാണ് നമ്മളിത് നോക്കണേ. ഇത് അവിടെയാണ് വന്നെ സംഭവം. അപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്ത് ക്ലാമ്പൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നാ വാ. അപ്പോൾ ഇതിൻ്റെ ക്ലാമ്പ് രണ്ടെണ്ണം നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം ഒടിഞ്ഞ് പോയിരുന്നു. അപ്പോൾ നമ്മൾ വേറെ രണ്ട് ക്ലാമ്പ് രണ്ടാമത് സെപ്പറേറ്റ് വേറെ നമ്മൾ തകടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാമ്പാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഇത് ക്ലാമ്പ് വെച്ചാണ് നമ്മൾ ഇതിനകത്ത് ബോഡിയിൽ ഫിറ്റ് ചെയ്യണത്. ഇത് ടൈറ്റാക്കി നിർത്തുന്ന ക്ലാമ്പാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിനി നോക്കാം. ഈ ക്ലാമ്പ് പിടിപ്പിച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കാം. അത് വെച്ചിട്ട് എടുത്താൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ക്ലാമ്പ് ഇതിനകത്ത് ചേർത്ത് വെച്ചാണ് കയറ്റി വയ്ക്കണേ. മറ്റേ അതിനുള്ളിൽ കയറിയോ? ഓക്കെ, ഇവിടെ സെറ്റ്. ഞാൻ പഴയ സീറ്റിങ് തന്നെ വെക്കണേ. കറക്റ്റ് അല്ലേ? ഇവിടെ മുട്ട ഇത്തിരി മുട്ടുണ്ടോ നോക്കി ഇങ്ങനെയാക്കി. പഴയ സീറ്റ് മുട്ട അത് രീതിയിൽ വെക്കണേ. നേരെ ലെവലല്ലേ ഇപ്പേ? ഒന്ന് ടൈറ്റ് ചെയ്ത് തുടങ്ങണം. ഒരു സ്പാൻഡ് കൂടത്തിലാണ്. സ്പാൻഡ് എടുത്തിട്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് തുടങ്ങി. ഓണാണോ ക്യാമറ? ശരി, അകന്ന് പിടിക്കും. ഇപ്പോൾ നമ്മൾ സ്പോയിലറോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് കൂടി ഒന്ന് നോക്കണം, ഗ്യാപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക്. ഓക്കെ, ബോൾട്ട് ഒപ്പം ടൈറ്റ് വരണം. അല്ലെങ്കിൽ ഇത് നമ്മൾ 8-ൻ്റെ ബോൾട്ടൊക്കെയാണ് സെറ്റ് ചെയ്തേക്കണത്. അതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇത് ബലത്തിൽ അവിടെ നിന്നോളൂ. അത് പോവില്ല, ചാടിപ്പോവില്ല. രണ്ട് ബോൾട്ട് ഉണ്ട്. ഒരു സൈഡിൽ 2 ബോൾട്ട് വെച്ചാണ്. 2 ബോൾട്ടും ഒപ്പം ടൈറ്റ് തുടങ്ങി. ഇവിടുത്തെ ഗ്യാപ്പൊന്നും നോക്കി വെച്ചില്ലെങ്കിൽ അപ്പുറത്തെ ഗ്യാപ്പും 2 സൈഡിലും ഗ്യാപ്പ് കറക്റ്റാണ് നമ്മൾ നോക്കണമെന്ന്. ഇടയ്ക്ക് നോക്കി വെച്ചില്ലെങ്കിൽ ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് കുറവാണല്ലോ. ആ കൂളാണ്. അവിടെ ഒത്തിരി പുറയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങണ്ടേ? അല്ലേ? കൂടി പോയിട്ടില്ലേ? വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഒന്ന് മുറുക്കി വിടട്ടോ. അവിടെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ പയ്യെ ഒന്ന് താത്തി കൊടുക്കാം നമുക്ക്. ഈ 2 വശത്തുള്ള ക്ലാമ്പിലാണ് ഈ സാധനം നമ്മൾ ഇതാണ് ഈ സാധനം സെറ്റ് ചെയ്ത് വെക്കണേ. ടൈറ്റ് ചെയ്ത് നിൽക്കണേ, ചാടി പോകാതെ നിൽക്കണേ. ഈ 2 ക്ലാമ്പിലാട്ടോ. ഇപ്പുറത്തെ ക്ലാമ്പിൽ 2 സ്ക്രൂ വീതം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓൾറെഡി വന്നത്. ഒറിജിനൽ സാധനം ഇങ്ങനെ തന്നെയാണ് വന്നത്. ഇതും അതേപോലെ ചെറിയ ഗ്യാപ്പിൽ വ്യത്യാസം ഒന്നും തോന്നുന്നുണ്ട്. ഒരു പൊടിക്ക് താഴത്തേക്ക് താത്തി വെച്ചെടുക്കാം. നമുക്ക് ഒന്ന് ലൂസ് ചെയ്തിട്ട് ഓക്കെ, കറക്റ്റ് അല്ലേ? ഇപ്പോൾ 2 സൈഡും കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കണേ. ദൂരെ നോക്കണേ, കറക്റ്റാണോ നോക്കണേ, ഗ്യാപ്പ് കറക്റ്റാണോ നോക്കണം കേട്ടോ. 2 സൈഡിലും ഒരേപോലെയാണ്. ബാക്ക് ആ എവിടെ നിന്നിട്ട് നോക്കിയാലേ, ആ ഫ്രണ്ടിൽ പോയി നോക്കിയാലേ ഒന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് കറക്റ്റ് ആണോ നോക്കണേ. 2 സൈഡും ഓക്കെ അല്ലേ? ഗ്യാപ്പ് ഇവിടെ ഗ്യാപ്പ് കറക്റ്റ് വെക്കുന്നത്. അപ്പോൾ 2 സൈഡും കുഴപ്പമില്ലാവില്ല. ഇനി നമുക്കിതൊന്ന്
ടൈറ്റ് ചെയ്തിട്ട് താത്തി നോക്കാം കേട്ടോ. ഡിക്കി ഒന്ന് താത്തി നോക്കാം ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ആ വൈറ്റിൽ ബ്ലാക്ക് വരുമ്പോൾ ഉള്ള ആ ചേഞ്ച് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കട്ടെ. ആദ്യമേ സ്പോയിലർ വൈറ്റ് തന്നെയായിരുന്നു ഇതിൻ്റെ. അപ്പോൾ നമ്മളിനി അത് വൈറ്റ് ഒന്ന് മാറ്റി, അപ്പോൾ ഇതിൻ്റെ ക്ലാമ്പ് പോയത് താഴെ വീണായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ അത് വൈറ്റ് മാറ്റി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ, വൈറ്റാണോ ബ്ലാക്കാണോ ഭംഗിയെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ബ്ലാക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഡിക്കി ഒന്ന് താത്തി നോക്കാവേ. നമ്മൾ താത്തി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ സ്പോയിലർ, എങ്ങനെയുണ്ട് നമ്മുടെ സ്പോയിലർ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കണേ. ഇപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഗ്യാപ്പിലൊരു വ്യത്യാസം. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ വൈറ്റ് വണ്ടിയിൽ ബ്ലാക്ക് സ്പോയിലർ ഫിറ്റ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കി. നമ്മൾ ഇതുവരെയും നോക്കി ഇച്ചിരി ബാക്കിലോട്ട് ഇറങ്ങി നോക്കി ഭംഗിയായിട്ടുണ്ടോ നോക്കി. എങ്ങനെയാലും കാണാൻ ഭംഗിയില്ലേ, ഒരു കുഴപ്പമില്ല. ഇനി നമുക്കിൻ്റെ കണക്ഷൻ കൂടി കൊടുക്കാനുണ്ട്. കണക്ഷൻ കൂടി കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. ലൈറ്റ് തെളിയണേ കൊടുക്കാവേ. ഒന്നുകൂടെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കെടാ. അപ്പോൾ നമ്മളിതിൻ്റെ കണക്ഷനൊക്കെ സ്പോയിലൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മളതിൻ്റെ കണക്ഷൻ നമ്മളൊന്ന് കൊടുത്ത് വെക്കുകയാണ്. കണക്ഷൻ നമ്മൾ കൊടുത്തിട്ട് ഇതിന് പ്ലസും മൈനസൊക്കെ ഉണ്ട്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ലൈറ്റ് കത്തില്ല. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ലൈറ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി തെളിയുണ്ടോ എന്ന് നോക്കാം. ഒന്ന് ബ്രേക്ക് ഓടി കേട്ടോ. ലൈറ്റ് തെളിയുണ്ടോ എന്ന് നോക്കിയാലേ. തെളിഞ്ഞോ? ഓക്കെ. അപ്പോൾ നമ്മുടെ കണക്ഷൻ കൊടുത്തൊക്കെ നമ്മൾ കറക്റ്റ് ആണ്. അപ്പോൾ അത് തെളിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ടേപ്പ് ചെയ്ത് വയർ കണക്ഷൻ നന്നായിട്ട് കൊടുത്തിട്ട് ടേപ്പ് ചെയ്തിട്ട് അവിടെ നിന്നിരിക്കുന്നേ നന്നായിട്ട് ടേപ്പ് ചെയ്ത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. കൂട്ടിമുട്ടാതെ ഒരു ഫ്യൂസ് അടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂട്ടിമുട്ടാതെ നന്നായിട്ട് ടേപ്പ് ചെയ്യാൻ വേണ്ടി ടേപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ടേപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു വയർ ഇട്ടു. അത് നമ്മൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൊടുത്ത കണക്ഷൻ കൊടുത്ത് നമ്മൾ ടേപ്പ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ രണ്ടാമത്തെ വയറും നമ്മൾ കൂട്ടിപ്പിടിച്ച് കറക്റ്റായിട്ട് തെളിഞ്ഞപ്പോൾ നമ്മളത് ജോയിൻറ്റ് ചെയ്തു. തിരിച്ച് നമ്മൾ ഇനി ജോയിൻറ്റ് ചെയ്തിട്ട് അകത്തേക്ക് തന്നെ ടേപ്പ് ചെയ്തതിൻ്റെ അകത്തേക്ക് തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വയറൊക്കെ തിരിച്ചതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറക്കി വിടുകയാണ്. എൻ്റെ കണക്ഷനൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് വന്ന വയർ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് തള്ളിൻ്റെ ഉള്ളിലേക്ക് ഹോളിനകത്തേക്ക് ഇറക്കി വിട്ടു. എന്നിട്ട് ഇവിടെ ഡെമ്മി ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പൊക്കെ ഇട്ട് നമ്മൾ ഡെമ്മി ഉണ്ട്. അയ്യോ ഡെമ്മി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയല്ലോ. ഡെമ്മി മാറ്റേണ്ടി വരുന്നു, വെള്ളം ഇറങ്ങും. അപ്പം നമ്മൾ ഡെമ്മിയൊക്കെ ഇട്ടിട്ടുണ്ട്. ക്യാപ്പൊക്കെ വെച്ചു, കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചിട്ട് വന്നുകൊണ്ട് ചവിട്ടി നോക്കാം. ഒന്ന് കാറ്റ് നോക്കി നേരെ ഇടയ്ക്ക് പോകണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ കണക്ഷൻ കൊടുത്ത് ഉള്ളിലേക്കൊന്നും പോകണില്ല. അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ സ്പോയിലർ അടിപൊളിയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ്, വൈറ്റ് വണ്ടിയിൽ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ചവിട്ടി നോക്കാം. ലൈറ്റ് തെളിയണം ഒന്നരം നോക്കി. അപ്പോൾ നമ്മുടെ സ്പോയിലിൻ്റെ ലൈറ്റൊക്കെ തെളിയണല്ലേ. അടിപൊളിയായിട്ട് നമ്മുടെ സ്പോയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് തെളിയുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. കാണാൻ ഭംഗിയുണ്ടെന്ന് തോന്നും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടെന്നോ അഭിപ്രായം പറയണം. എങ്ങനെയുണ്ടെന്ന്. സൂപ്പറായിട്ടില്ലേ വണ്ടി കാണാൻ? ഇപ്പോൾ സ്പോയിലർ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ബാക്കിലേക്ക് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. നിങ്ങളപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ.